ഹലോ മച്ചാന്മാർ, അപ്പോൾ ജമ്പൻ തുമ്പൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണം നമ്മുടെ കാറിൻ്റെ ഗ്യാരേജിൻ്റെ മിനിയേച്ചറിങ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അതിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രോതെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ടൂൾസ് മേക്ക് ചെയ്യുമെന്നാണ് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ടൂൾസ് നമുക്കിന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ബ്രോ പറഞ്ഞാൽ നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി PV ഷീറ്റാണ്, അല്ലെങ്കിൽ ഫോം ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്, ചെറിയ പീസ് മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പാൻഡറിൻ്റെ പടമൊക്കെ വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണം മതി, വലിയ കഷ്ണം വേണ്ട, എന്നിട്ട് അങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സ്പാൻഡറിൻ്റെ ഷേപ്പിലൊക്കെ. അത് നിങ്ങൾക്ക് വരക്കാനൊക്കെ ഇച്ചിരി അറിയാൻ നിങ്ങൾ മര്യാദ വരച്ചിട്ട് എടുത്തായി. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചാണത്. ഞങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കണ്ടോ ഓരോന്നായിട്ട്. എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. കട്ട് ചെയ്യാൻ സൂക്ഷിക്കണോട്ടെ, പതിയെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്പാൻഡറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് വെച്ച് കട്ട് ചെയ്യാൻ നിന്നാൽ എല്ലാം പോകും കഴിച്ചു. അപ്പോൾ നമുക്ക് ഒരു പീസ് ആദ്യം എടുക്കുക. അതിനകത്ത് നിന്ന് നമുക്ക് ഈ ബ്ലേഡ് വെച്ച് നമുക്ക് പയ്യെ ഇങ്ങനെ മുറിച്ചാൽ മതി. സാവധാനം നിങ്ങൾ ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്ത് തന്നെ മുറിഞ്ഞു പോട്ടോ അത്. അപ്പം നമുക്കൊന്ന് ഉരച്ചെടുക്കണം കേട്ടോ. സ്പാൻഡർ വെട്ടിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ ആളവിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉരച്ച് നല്ലൊരു സ്പാൻഡറിൻ്റെ റൗണ്ട് ഷേപ്പ് പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പം നമുക്ക് ഉരക്കണം കേട്ടോ, നല്ലോണം ഉരക്കണേ. മച്ചാന്മാർ, അപ്പോൾ നമ്മൾ സ്പാൻഡർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാൻഡർ. ഇപ്പോൾ ഇച്ചിരി സാൻഡ് പേപ്പറൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റൊക്കെ അടിക്കണം. നമ്മൾ ബാക്കി കുറേ വരച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് നമ്മൾ അതൊക്കെ ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സ്പാൻഡറാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയേക്കണത്. പിന്നെ ഇപ്പോൾ അടുത്ത് നമുക്കൊരു സ്കൂട്ടർ ഉണ്ടാക്കാം കേട്ടോ. അതായത് സ്കൂട്ടർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പേനയുടെ ലീഫ്ലറാണ്. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ലീഫ്ലറാണ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ അതിനകത്താണ് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അറ്റം അടിച്ച് ചളക്കിയെടുക്കണം കേട്ടോ ഫസ്റ്റ്. നമുക്ക് സ്കൂട്ടറിൻ്റെ അറ്റത്ത് ഇച്ചിരി പരന്ന പോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് അത് ഇതിട്ട് നമുക്ക് പിടിക്കാം കേട്ടോ. അതിൻ്റെ അറ്റത്ത് കൈ വെച്ച് പിടിച്ചാൽ നിൽക്കില്ല. അത് ഇത് വെച്ച് അടിക്കുക, ചുറ്റി വെച്ചൊന്ന് അടിച്ചടിച്ച് പരത്താം അവിടെ. അപ്പോൾ നമുക്ക് കുറേ നേരം അടിച്ചടിച്ച് നമ്മൾ പരത്തിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഷേപ്പിലേക്ക് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിന് നീട്ടത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ നേരത്തെ പിടിക്കാൻ എടുത്ത ടൂൾ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിന്. അതേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക്. ഇനി നമുക്ക് പിടിയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പിടി സെറ്റ് ചെയ്യാനായിട്ട് എടുക്കണത് നമ്മൾ വയറിൻ്റെ ആവശ്യമാണ്. ചെറുതായിട്ട് വയറിൻ്റെ ഉള്ളിലെ സാധനം നമ്മൾ സ്ലിപ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്കൂട്ടർ എടുത്ത് കയറ്റണം. അപ്പോൾ നമ്മൾ ഇനി അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം കേട്ടോ. അപ്പോൾ കയറ്റിക്കണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതായത് നമ്മൾ ഏകദേശം ഇപ്പം നമുക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ആ ബ്ലാക്ക് സാധനം നമുക്ക് പിടിയുടെ അടുത്തോളം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഏകദേശം ഈ ഒരു ലെവലായിട്ട് നമുക്ക് മതി പിടി. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ലുക്കുണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്തോട്ടോ മച്ചാന്മാരെ. നമ്മുടെ ഗ്യാരേജിലേക്ക് വെക്കേണ്ട സാധനങ്ങളാണ് ടൂൾസായിട്ട്. അതേപോലെ നമ്മൾ 3 സെറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതോട്ട് വലുത് വരെ നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതൊക്കെ നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലേ ഉളി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് നിപ്പോൻ്റെ 9 വോൾട്ട് ബാറ്ററീൻ്റെ പുറത്തെ കവറാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി പൊളിച്ചാണ്, തീർന്ന ബാറ്ററി ആയിരുന്നു. അപ്പോൾ നമ്മൾ കളഞ്ഞാണ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതായിട്ടിരിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ.
നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ് ഇതൊക്കെ. അറ്റത്തൊക്കെ ഒരു ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ഒന്ന് അടിച്ച് പരത്തണം കേട്ടോ. നമുക്കൊന്ന് മര്യാദ അടിച്ച് പ്ലേറ്റ് പോലെ ആക്കി എടുക്കണം പരത്തി. എന്നിട്ട് നമുക്കത് അപ്പുറത്ത് ഇപ്പുറത്തൊന്ന് അടിച്ച് പരത്തണേ. എന്നിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ാണ് വാളെന്നൊക്കെ പറയും. ഇപ്പം മരം മുറിക്കുന്ന സാധനമാണ്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കാം ഗ്യാരേജിൽ, വെറുതെ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഒരു ആസോളേഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആ 2 സാധനങ്ങൾ നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാനും പോകണം. പിന്നെ ഉള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ 2 ഷീറ്റ് നമ്മൾ അതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. കത്രിക വെച്ചത് ഇങ്ങനെ മുള്ളു പോലെ നമുക്ക് വെട്ടിയെടുക്കണം. അതിൻ്റെ ഒരരികു മാത്രം ഉണ്ടാവശ്യം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ലുക്കിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി പറഞ്ഞ സെറ്റ് ചെയ്യാറുണ്ട്. അത് ഫോം ഷീറ്റ് വെച്ചാണ് പിടി സെറ്റ് ചെയ്യണത്. ഒട്ടിച്ചെടുക്കണം അതിനകത്തേക്ക്. നമ്മൾ അതിനകത്തേക്ക് വേറെ തള്ളിക്കയറ്റണതാണ്. ഏകദേശം എന്തായാലും ലുക്ക് ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. എന്താണെന്ന് മനസ്സിലായാൽ അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഉണ്ടാക്കാം. അടുത്ത നമ്മൾ ഇനി ഉള്ളി കണ്ടിട്ട് ഉണ്ടാക്കാൻ പോകണം. ഉള്ളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ മൂല വെച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. കത്രിക വെച്ച് മൂല വെച്ചൊന്ന് ഇപ്പുറത്തെ മൂല ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെട്ടണ പോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ വീഡിയോയിലേക്ക് നോക്കി നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു മൂല വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നേരെ അങ്ങോട്ട് ആണ്ടാ. ഞങ്ങൾക്ക് പൊക്കത്തുനിന്ന് നേരെ താഴത്തോട്ടും കട്ട് ചെയ്യണം കേട്ടോ. ഉള്ളിയുടെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് പിടി സെറ്റ് ചെയ്യണം കേട്ടോ. വേണ്ട ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സാധനം. നമുക്ക് പിടീനെ സെറ്റ് ചെയ്യാം. പിടി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത വയറിൻ്റെ ഇത് തന്നെ എടുക്കണത്. അത് നമുക്ക് തള്ളിക്കയറ്റാണ് അതിനകത്തേക്ക്. നമുക്ക് അതിനകത്തേക്ക് എടുത്ത് കയറ്റണത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.